വാഴയില വെട്ടിയുന്നൊരു പലഹാരം ഉണ്ടാക്കാം. വാഴ ഇച്ചിരി വത്സന ഉണ്ടാക്കാം. ഇല കണ്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. നേരത്തെ പഴയ കാലത്തൊക്കെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് വത്സൻ. ഇപ്പം അങ്ങനെയൊന്നും കിട്ടാറില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചായക്കടയിലൊന്നും കാണാറില്ല. നേരത്തെയൊക്കെ മിക്കവാറും അങ്ങനെ ഒരു പലഹാരമായിരുന്നു മെയിൻ കടയിലെ ഐറ്റംസ്. ഇന്ന് നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കാം. പിള്ളേർ വരുമ്പോഴേക്കും കാപ്പിക്കാവുമല്ലോ. ഇത് ഞാൻ ശർക്കര ഉരുക്കിയിട്ട് തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ടൊന്ന് വരട്ടിയെടുത്തതാണ്. ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൈദയാണേ. ഇത് അരിപ്പൊടിയും കൊണ്ടും ഇങ്ങനെ ഇത് അരിപ്പൊടിയോ മൈദയോ ഗോതമ്പൊടിയോ എന്നെ വേണേലും എടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് മൈദ എടുത്തേക്കുന്നത്. അരിപ്പൊടി കൊണ്ടാണേലും ഗോതമ്പൊടിയോ എന്നെ പൊടി കൊണ്ട് വേണേലും ഉണ്ടാക്കാം. ഇപ്പം നമുക്കിത് നൈസായിട്ട് ഒരുപാട് കോരി അങ്ങോട്ട് വെക്കരുതേ. കുറച്ച് കട്ടി കുറച്ച് പരത്തണം. കുഴയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചെന്നോർത്ത് ഒഴിച്ചാൽ ഈ മാവ് പശ പോലെ ഇരിക്കാതിരിക്കും. ഒരൊട്ടൽ കുറയും. ഞാൻ ശർക്കരയും തേങ്ങയും കൂടെ വിളയിച്ചെടുത്തോട്ടോ. വിളയിക്കണമെന്നൊന്നുമില്ല. ചുമ്മാ ശർക്കരയും തേങ്ങയുടെ ശർക്കര ചിരണ്ടിയിട്ട് തേങ്ങ ചിരണ്ടിയിട്ടാലും മതി. പക്ഷേ അതൊന്നൊരു ആവി കയറി കഴിയുമ്പോൾ ഒരു ശർക്കര ഒലിച്ചു വരുന്നു, ഒരു വെള്ളം പോലെ. പക്ഷേ ഇതിങ്ങനെ ഇരുന്നോളൂ കേട്ടോ. വിളയിച്ചിടുമ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ്. പച്ചത്തേങ്ങ ഇടുന്നേക്കാളും നല്ലതാണ്. പിന്നെ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന്. ഇത് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അതിനൊക്കെ കുറച്ചിട്ടാൽ മതി. മധുരം ഇഷ്ടമുണ്ടെങ്കിൽ അതനുസരിച്ച് ഇടുക. പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ശർക്കരയാണ് ഇടുന്നത്. ഇനിയിപ്പോൾ ഇനി ഇച്ചിരി മിച്ചം വന്നാലും ഉണ്ടല്ലോ, ഈ വിളയിച്ചത് അതിന് കേടൊന്നും വരാണ്ടിരുന്നുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ ഓർക്കുമായിരുന്നേ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോലും എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോഴേ അങ്ങനെ കടയിലൊക്കെ ഇരിക്കുന്ന കാണുമ്പം ഇതെന്നാ മാവ് കൊണ്ടാണ് ഇതെങ്ങനെ ഈ നൈസായിട്ട് ശരിയാവുന്നതെന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയങ്ങളായിരുന്നു. എന്നിട്ട് ആരോ പറഞ്ഞു തന്നെ. എന്നിട്ട് പിന്നെ ഞാനിവിടെ അമ്മയോട് ചോദിച്ചു, പിന്നെ എൻ്റെ ചേട്ടത്തിമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ഞാനത് കലക്കിയപ്പോൾ ഉണ്ടല്ലോ, എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ ഈ മാവ് കൂട്ടുന്നത് എങ്ങനെയാണെന്നൊന്നും. ഞാൻ നല്ല ലൂസായിട്ടങ്ങ് കൂട്ടി. ഞാനല്ലേ പരത്തി വെച്ചപ്പോൾ മാവ് ഒരു വശം അങ്ങ് ഒഴുകിപ്പോയി. തേങ്ങ ചരണ്ടിയിട്ട് ഇങ്ങനെ വിളയിച്ചൊന്നുമില്ല. അത് വെന്തപ്പം മാവ് ഒരിടത്ത് കിടന്നു, തേങ്ങയും ശർക്കരയും കൂടെ വേറൊരിടത്ത്. അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇത് പഠിച്ചത്. പൾസൻ്റെ മാവെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റി വേവിക്കാം. ഭയങ്കര മഴയാണേ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയാണോ? ഇവിടെ എന്നും വൈകിട്ട് മഴയാണ്. ഉള്ള കുഞ്ഞുവാണെങ്കിൽ നനഞ്ഞു കയറി വന്നിട്ടുണ്ട്. കുഞ്ഞിന് ഭയങ്കര വിശപ്പാണ്. നമുക്ക് പെട്ടെന്ന് കൊണ്ട് തീയ വെക്കാം. വായോ. ഒരു സ്പേസ് ഇട്ട് വേണം ഇത് വെക്കാൻ. ഇങ്ങനെ ആവി കയറാൻ വേണ്ടി മൊത്തം അടച്ച് വെക്കരുത്. നമ്മുടെ വത്സൻ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്ത ലക്ഷണമൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇടയ്ക്കൂടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാന്നോ, ഇത് ഈ വാഴയില വെക്കുമ്പോൾ വാഴയില അടുങ്ങി ഇരിക്കുമ്പോൾ എല്ലാത്തിൻ്റെ ഇടയ്ക്കേക്ക് ഈ ആവി കയറിയല്ല, അന്നേരം ചിലത് വേകാണ്ടിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്പൂണോ അല്ല ഈ വാഴയുടെ കയ്യില്ലേ, ഈ ഇലയുടെ ആ സംഭവം മോശണം സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ കൂടി ആവി കയറി പെട്ടെന്ന് വേകും. അതല്ലെങ്കിൽ ഇങ്ങനെ അടുങ്ങിയിരിക്കുമ്പോഴേ ഒട്ടും വായു കയറിയല്ല. അപ്പോൾ ഈ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന മാത്രം വേഗവും അടിയിലിരിക്കുന്ന വേകാണ്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സ്പൂൺ ഇട്ട് കൊടുക്കണമെന്നില്ല, എന്തേലും പിന്നെ വാഴയുടെ കയ്യോ അതല്ലേ നല്ല എന്തേലും ഒരു സാധനം ഇച്ചിരി ഈ ഇലകൾ തമ്മിൽ പൊങ്ങിയിരിക്കാൻ. പൾസൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയണമല്ലോ. പ്ലേറ്റിലേക്ക് ഇടാം. ഇലയിൽ നിന്ന് കണ്ടോ വിട്ടുപോരുന്നേ, ഇങ്ങനെ വിട്ടുപോരണം.
ഈ വിട്ടു പോരാണ്ട് അവിടെ ഒരു ഒട്ടിപ്പിടിച്ചിരുന്ന വെന്തിട്ടില്ലെന്നാ കേട്ടോ. സൂപ്പറാണല്ലോ. സൂപ്പറാണ്, സൂപ്പർ 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 ഫാസ്റ്റാണ്. നേരത്തെ വത്സൻ ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ മനസ്സിലോർത്തോണ്ടിരുന്നു വത്സൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. വത്സാന്ന് പേരുണ്ടല്ലോ. അപ്പൊ വത്സൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. അത് പാലക്കാട് വന്ന് എനിക്കറിയില്ലായിരുന്നു, ഇതിന്റെ പേര് അങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാനൊക്കെ വത്സൻ ചായക്കടയിൽ നിന്ന് മേടിക്കാം, വത്സൻ ചായക്കടയിൽ നിന്ന് മേടിക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരാളെയാണ് മേടിക്കുന്നത് എന്നൊക്കെ ഉള്ള തിരുമണ്ടത്തരങ്ങളൊക്കെ ചിന്തിച്ച ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവനാണ് വത്സൻ എന്ന് മനസ്സിലായത്.